പുല്ലഴിയിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. അയ്യോ എന്തൊരു എനർജി! എത്ര നാളായിട്ട് ഇങ്ങനെ ഞാൻ ഈ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജൊക്കെ കാണും, ചേച്ചി ഞങ്ങളുടെ പുല്ലഴിക്കാരിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. ബ്രിഡ്ജ് ബോയ്സ് എവിടെ? എനിക്ക് ആ 30 ബ്രിഡ്ജ് ബോയ്സിനെ കാണണം. നിങ്ങളാണോ? അപ്പോൾ എന്താ പറയുക, തൃശ്ശൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ, പുല്ലഴി അയ്യപ്പ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു ഷോയ്ക്ക് ക്ഷണം സ്വീകരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് വലിയൊരു ഈശ്വരാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. നമ്മുടെ അമ്പലം പുറകിലാണ് അല്ലേ? അമ്പലത്തിൻ്റെ ഗ്രൗണ്ടാണോ ഇത്? ഓക്കെ. അതിന് ബ്രിഡ്ജ് ബോയ്സിനും പിന്നെ സുനിൽ രാമാടി, ഞാനോർത്തുപോലെ തെലുങ്ക് വല്ല ആളായിരിക്കും, കന്നഡയൊക്കെ ആയിരിക്കും. ഞാൻ മലയാളത്തിൽ പറയാൻ പിന്നെ സംസാരം, അപ്പം ഞാൻ മലയാളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ നാട്ടുകാരൻ അറിയില്ലേ? സുനിൽ രാമാടിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ വിജയൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ നമസ്കാരം. നമ്മളെന്നാ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ? ഓഗസ്റ്റ് 2-ാം തീയതി അയർലൻഡിൽ വെച്ചായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് പരിചയപ്പെട്ടത്, കണ്ടത്. അതിനുശേഷം ഏകദേശം 8 മാസത്തിന് ശേഷം നമുക്കിത് ഇവിടെ കാണാനായിരുന്നു ആ വിധി. വിജയൻ ചേട്ടനെ പറ്റി എന്ത് പറയാൻ, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഇത്രയും നല്ലൊരു എല്ലാവരെയും ഞങ്ങൾ എന്നിട്ട് അയർലൻഡ് ചേച്ചി ഒരു മലയാള ഗാനം വേണ്ടേ? ഒരു പുതിയൊരു മലയാള ഗാനമായാലോ? ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നേഹിക്കുന്നവർക്കും വേണ്ടി ഗാനം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തൊരു സന്തോഷം സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ തന്നെ. ഇവിടെ ആരൊക്കെ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് കൈപൊക്കിക്കേ. പാവം 80 വയസ്സ് കഴിഞ്ഞ ഒരു അമ്മൂമ്മ മാത്രം കൈപൊക്കിയേക്കുന്നു. ഞാൻ ചോദിച്ച ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യനെ അങ്ങനെ സ്നേഹിക്കാം, അല്ല നിങ്ങൾ ആരും രഹസ്യമായിട്ട് സ്നേഹിക്കുന്ന സ്നേഹത്തിലല്ലേ ഞാൻ ചോദിച്ചത്. അങ്ങനെയുള്ളവരുന്ന് കൈപൊക്കേ. വിജയ് ചേട്ടാ ഇല്ലേ? കൈ വെക്കുന്നില്ലേ? അയർലൻഡിൽ വെച്ചാൽ നല്ല സ്നേഹമായിരുന്നു, അതെനിക്കറിയാം. എവിടെ ഈ സീറ്റിങ്ങിൽ ഇരിക്കുന്ന ആൾക്കാർ പാട്ട് കറക്റ്റ്
Thank you so much. ഒന്ന് കൈ അടിച്ചിട്ട് പറയാൻ അടിപൊളിയായിരിക്കും. നാടനു വാങ്ങിച്ച മുടിക്ക് മുടിങ്ങുവേ എന്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ അവളുടെ മുടിയിലണയാൻ കൊടുത്തയച്ചു ഞാനും ഇവിടെ എല്ലാവരും ഒന്നുകൂടി പാടിക്കേ. സ്പീഡ് കൂട്ടിയാ നമുക്ക്. റെഡിയാണോ? റെഡിയല്ലേ? 1 2 3 4. നാടനു വാങ്ങിച്ച കാതിനെ എന്റെ ചക്കി അനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ അവളുടെ കാതിലണയാൻ കൊടുത്തയച്ചു ഞാനോ നാടനു വാങ്ങിച്ച കയ്യിലെ കരിവള മമ്പഴ കുഞ്ഞോലെ ചക്കിയാനുജത്തി ചക്കിക്ക് കല്യാണമായിരുന്നേ അവളുടെ കയ്യിലണയ കൊടുത്തയച്ചു ഞാനോ
കളറടിച്ചാ ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു ഞങ്ങളൊക്കെ ഒരു ദിവസത്തിൽ രക്ഷപ്പെട്ടു ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടില്ലേ കർത്താവ് മരിച്ച അമ്മേനെ ഗൗണിട്ട് ഗൗണ്
ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത്. ഒത്തിരി സ്നേഹത്തോടെ ഈ ഷോയുടെ ഡയറക്ടർ കൂടിയായ പുല്ലടിയുടെ അഭിമാനമായ ബ്രിഡ്ജ് ബോയ്സിന്റെ നെടുന്തോടായ ദിവാനാലി സൈനികരെ ഇന്നത്തേക്കൊപ്പം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെയേറെ സന്തോഷത്തോടെ കുറെ പാട്ടുകൾ നമുക്ക് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാനുണ്ട്, കാണാനുണ്ട്. അതിനിടെ ആദ്യമായിട്ട് ഒരു സ്നേഹ സമ്മാനം ടീമിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ. ഒരുപാട് വർഷങ്ങളായിട്ടൊരു സൗഹൃദം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. തുടക്കം മുതലേ എത്രയോ സ്റ്റേജ് ഷോസിൽ എത്രയോ വലിയ ഗായകർക്കൊപ്പം വേദികൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അറിവുള്ള പുതിയ ലോകത്തേക്ക് സംഗീതത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു നല്ല അധ്യാപകനായിട്ട് കൂടി മാറി. ഫ്ലവേഴ്സ് ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഗ്രൂം ചെയ്യുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട നല്ലൊരു കൈയോട് കൂടി നമ്മൾ ഷാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പുലരിക്കാരുടെ സ്നേഹം, ബ്രിഡ്ജ് ബോയ്സിന്റെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഷാമിന് ഒരു സ്നേഹാദരം ഇവിടെ വെച്ച് കൈമാറുന്നു. ഗ്രേറ്റ് ജോബ് ഷാമി. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. റിം ചേച്ചിയുടെ കൂടെ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ബ്രില്യൻ പെർഫോമറാണ്. ഇനി ഇത് പുലരിയുടെ സ്നേഹം ഏറ്റുവാങ്ങാനായി ടെൻട്രയിൽ തന്നെ നമ്മൾ ഞെട്ടിച്ച ഒരാളാണ്. ഒരു കൈയ്യിൽ നമ്മൾ മാധവന് കൊടുക്കാം. മാധവനൊരു മ്യൂസിക്കൽ ജേർണി. നിങ്ങളെല്ലാവരുടെയും സ്നേഹം, നിങ്ങളെല്ലാവരുടെയും ഇഷ്ടം അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞൊരു കയ്യടി. നല്ല കലാകാരന്മാർക്ക് ഒരു അംഗീകാരം നൽകുന്ന ഒരു നാടാണ് പുല്ലഴിയുടേത്. തൃശ്ശൂരിന്റെ മണ്ണ് അങ്ങനെയാണ്. ഇനി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളത് ഒരാളെ പോലെ 7 പേര് 9 പേരെന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട് അല്ലെ. ചില സമയം നമ്മൾ കാണാറൊക്കെ ഉണ്ട് അതുപോലെയുള്ള ആളുകളെ. പക്ഷേ ഇതുപോലൊരു അവതാരത്തെ നമ്മൾ ഇനി ഭൂമിയിൽ ഇനി കാണാൻ പറ്റില്ല മക്കളെ. ഒരേ ഒരു അവതാരം മാത്രമേ ഉള്ളത്. ദിവാനാലി, the rocking star of tonight, എന്റെ സ്വന്തം നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റിമി ടോമി. സ്വന്തം റിമി ചേച്ചിയെ പുലരിയുടെ മണ്ണിലേക്കായി വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. ഈ ഷോ വളരെ സക്സസ്ഫുൾ ആയി ചേച്ചി അത് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് റിമി ടോമിക്ക് മാത്രം കഴിയുന്ന ഒരു ഷോയുടെ പ്രസൻസ്, ഒരു സ്റ്റേജിന്റെ പ്രസൻസ് അത് ചേച്ചിക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഒരേ ഒരാൾ മാത്രമേ അതിന് അന്നും ഇന്നും എന്നും ഉണ്ടാവാനോ റിമി ടോമി നമ്മുടെ സ്വന്തം. അപ്പൊ ഇനി ഒരു ഫോട്ടോ സെഷന് വേണ്ടി ബ്രിഡ്ജ് ബോയ്സിന്റെ എല്ലാ മെമ്പേഴ്സും ദയവായിട്ടൊന്ന് സ്റ്റേജിലേക്ക് വരാം. നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് പാഴാക്കാനില്ല. അത്രയും നമുക്ക് പരിപാടികൾ മുന്നോട്ട് പോകണം. എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ബ്രിഡ്ജ് ബോയ്സിന്റെ എല്ലാ മെമ്പേഴ്സും നമുക്ക് റിമി ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ടാണ്. ബ്രിഡ്ജ് ബോയ്സിന്റെ ഇന്നത്തെ ഒരു ലോഗോ, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവരുടെ ലോഗോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാട്ടിലെ രാജാവാരാണ് അല്ലെ? കാട്ടിലെ രാജാവാരാണ് സിംഹം. ആ സിംഹങ്ങൾ തന്നെയാണ് ഇനി വേദിയിലേക്ക് വരാൻ പോകുന്നത്. അത്രയും അധികം ഗംഭീരമായിട്ട് ബ്രിഡ്ജ് ബോയ്സിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വേദിയിൽ മാത്രമല്ല, ബ്രിഡ്ജ് ബോയ്സിനെ അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത് വളരെ ഭംഗിയായിട്ട് അറിയാം. എല്ലാവരും ചേർന്ന് നമ്മളൊരു ഫോട്ടോ സെഷനിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തൊരു സെറ്റ് ഓഫ് പെർഫോമൻസസ് ഉണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് ഷോസ്, ഇന്റർനാഷണൽ ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് റിമി ചേച്ചി. പക്ഷെ പുലരിക്കാരെ ചേച്ചി അടുത്തൊന്നും മറക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾ ഓരോരുത്തരും തന്നത്. ഈ ലെഫ്റ്റ് സൈഡ് ആവട്ടെ, റൈറ്റ് സൈഡ് ആവട്ടെ, എല്ലാവരും ഗംഭീരാണ്. ആ ഭാഗം നിൽക്കുന്ന ചേച്ചിമാര്, ഇവിടെ നിൽക്കുന്ന കുട്ടികള്, അനിയന്മാര്, ചേട്ടന്മാര്, ചേച്ചിമാര്, അവിടെ ഇരിക്കുന്നവരും എല്ലാവരും ചേർന്ന് ഈ ഷോ അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ അങ്ങേ അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് റിമി ടോമി. വി ഹാവ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ബ്രിഡ്ജ് ബോയ്സ്. അഭിമാനത്തോടെ ഒരു പതിറ്റാണ്ടിലേറെയായുള്ള ജനങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഒത്തൊരുമ, പരസ്പരമുള്ള സൗഹൃദം അതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു നാടിന്റെ ജനനന്മയ്ക്ക് വേണ്ടി എങ്ങനെ യുവാക്കൾ കൊണ്ടുപോകണം, യങ്സ്റ്റേഴ്സ് അതിന് എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് തെളിയിച്ച ഒരു ടീമാണ് ബ്രിഡ്ജ് ബോയ്സ്. സോഷ്യൽ മീഡിയയിൽ സമയം കളഞ്ഞിരിക്കുകയല്ല അവർ ചെയ്യുന്നത്. നാടിനെ മനസ്സിലാക്കി നാടിന്റെ ഓരോ സ്പന്ദനവും തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാകാം, സംഗീത പ്രവർത്തനങ്ങളാകാം, ഒരു മടിയുമില്ലാതെ ഞങ്ങളുണ്ട് എന്ന ധൈര്യമാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. നല്ലൊരു കൈയ്യടി നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന ബ്രിഡ്ജ് ബോയ്സിന്റെ എൻറ്റയർ ടീമിന് കൊടുക്കാം. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഡിഫറൻസ് മീഡിയ, ഞങ്ങളുടെ ക്യാമറമാൻ, ഫോട്ടോഗ്രാഫേഴ്സ്, ടെക്നിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൂ ഉണ്ട്. അവർക്ക് ഒത്തിരി നന്ദി പറയുന്നു. സോ അറ്റ് ദ സെയിം ടൈം ബ്ലൂ ഡയമണ്ട്സ് ഇവന്റ്സ് അവരാണ് ഇത്രയും ഭംഗി എടുത്ത് ഒരുക്കിയത്. ചേച്ചി നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മൾ നേരെ താങ്ക് യു. ആൻഡ് സുന്ദരിയായ കൊച്ചിന് നല്ലൊരു പേര്
ചിട്ടാ പാട്ടൊക്കെ നിർത്താം. അവര് ഡാൻസ് ചെയ്ത് ഒരു ചാർജ് ആയിട്ട് വരിക. കൊഞ്ചം റിതം ഫാസ്റ്റ് ആക്കി കൊടുക്കുക.
തുണ്ടാ പിടിച്ച ഒരു മാലപ്പടക്കം ബ്രിഡ്ജ് ബോയ്സ്, അതേപോലെ സുനിൽ റമഡി, അതേപോലെ ഇവിടെ വന്നിരിക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഞങ്ങളുടെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ
റിമി ടോമി ലൈവ് ഇത്രയും ഗംഭീരമാക്കി തന്ന എല്ലാ മ്യൂസിഷ്യൻസും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കീസ് മുതൽ ഡ്രംസ് മുതൽ ഗിറ്റാർ മുതൽ എല്ലാ ട്രൂലി ബ്ലെസ്ഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസും ഗ്രേറ്റ് ജോബ്, ഫാന്റാസ്റ്റിക്, താങ്ക് യു. അപ്പോൾ കൗണ്ട് ഡൗൺ തരാം. അപ്പോൾ എല്ലാവരും 2 കൈ ഒന്ന് പൊക്കി പിടിച്ച് നിങ്ങളെ സ്നേഹം കാണിക്കണം. ഓക്കെ, റെഡിയാണ്? ലെഫ്റ്റ് സൈഡിൽ എല്ലാവരും ഓക്കെ. ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ? നമുക്ക് അതുവരെ അങ്ങ് വീട്ടിൽ പോവാം. ഓക്കെ ആണോ? സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഫോട്ടോ എടുക്കാം. റെഡി? ഓക്കെ, റെഡിയാണോ? സെറ്റ്. 3, 2, 1, go. Thank you. ഒരു വീഡിയോ എടുക്കാം. ഇതുപോലെ പക്ഷേ കൊയ്ത്ത് കഴിഞ്ഞെടുക്കാം. ഭയങ്കര സൈക്ലസ് അല്ല. 11 കാണാൻ രസം. ശരി ഓക്കെ. ശരി കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് കൗശിക് ഓഫീഷ്യൽ. ഓക്കെ, ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കാം. ഓക്കെ അല്ലേ? ആ, നിതിഞ്ചേട്ടൻ നീ ഒറ്റയ്ക്കൂടെ വഴിയോട്ടെ വഴി കിട്ടിയാ ഞാൻ അങ്ങനെടാ, ഞാൻ എല്ലാരും കൊടുക്കും. നമുക്ക് സ്നേഹം 50 രൂപ പോയ കാര്യം പറഞ്ഞോ. എല്ലാവരും അമ്പുരിയാണെങ്കിലും പോയത് അമ്പുരിയാണ്. നീ ചെയ്ത് ചതി. ഞാൻ എന്തോരം പേർക്ക് സപ്ലൈ ചെയ്യാ. നീ ഒപ്പൊക്കെ കാണിക്കാണെങ്കിൽ പിന്നെ വിളിച്ച നടക്കാം. ശരിക്കും നമുക്ക് ഏറ്റവും ആ കുട്ടിയൊക്കെ നമുക്ക് ചാറ്റ് തന്നെ എന്തുകൊണ്ടാ? സ്നേഹം, വെറും സ്നേഹം. പണി വരുന്നുണ്ട് ആലോചിച്ച് വീഡിയോ എടുക്കണ സുധീഷ് ഓടിവായോ. ഇതല്ല ഇതല്ലേ അതല്ല അങ്കിളാണോ? അങ്ങോട്ട് വായോ. വന്നു. തലയിൽ മറ്റേ സ്റ്റിക്കർ ഇരിക്കുന്നില്ലേ? ബെൻഡ് ബെൻഡ് ജീവനാ അവൻ്റെ ആറോടിക്ക് അവന് കത്തിയ അവന്റെ പെണ്ണിക്ക് വണ്ടി ചേച്ചി പറയാമോ സ്നേഹം മുങ്ങി ഇവരാടാ പുല്ലേരിയിലെ കള്ളന്മാര് നമ്മുടെ എനിക്കുള്ള തുണകളൊന്നും കട്ടി കട്ടി
മിനിറ്റാമിന് ഞാൻ ഓടി. പക്ഷെ റിമി ടോമിനെ പപ്പ നിന്നെ ഒരു സെൽഫി എടുക്കാൻ ചെയ്തു സൗദി അവൾ പോയി. കണ്ടില്ലേ 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 മനെ കണ്ട നീ വരില്ല ആ എന്തോ വിടാ ഞാൻ വിളിക്കാം എന്താ